കൂവപ്പൊടി വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി. ദാഹം അകറ്റാനും അതേപോലെ തന്നെ മൂത്രപ്പഴുപ്പിനും മൂത്രച്ചൂടിനൊക്കെ നല്ലൊരു മരുന്നും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണേ. ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 സ്പൂൺ കൂവപ്പൊടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. 2 ഗ്ലാസ്സിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂവപ്പൊടിയിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മളിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് നല്ല പാല് പോലത്തെ കളറാണ്. ഇനി ഇതൊരു ഗ്ലാസ് പോലത്തെ ഒരു കളറായി മാറണം. അതുവരെ ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ അത് കുറുക്കിയെടുക്കാൻ. കൂവപ്പൊടി നന്നായി ഒന്ന് വെന്ത് വരണം, അല്ലെങ്കിൽ വേവാതെ കുറുകി വരും. അപ്പോൾ ഇതാ കൂവപ്പൊടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറി വരണം. അപ്പോൾ ഇതാ കൂവപ്പൊടിയൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കൂവപ്പൊടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഇനി ഒരു കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു 5 രൂപയുടെ ബൂസ്റ്റും പൊടി കേട്ടോ. കൂവപ്പൊടിക്ക് ഒരു പ്രത്യേകിച്ചൊരു ഫ്ലേവറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബൂസ്റ്റും പൊടി ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. നേരത്തെ മാറ്റി വെച്ച ബൂസ്റ്റ് പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.